മലപ്പുറം കോട്ടയ്ക്കലിൽ KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്ത 3 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. പുത്തൂർ സ്വദേശികളായ സിയാദ്, സിനാൻ, ഫുഹാൻ സെനിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇത് എന്തിനാണ് ഇവരിതിങ്ങനെ ചെയ്തത് യഥാർത്ഥത്തിൽ? സ്മിത, ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ KSRTC ബസ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ചങ്കുവെട്ടിയിൽ എത്തിയപ്പോൾ ഇവരുടെ അൾട്ടോ കാർ ഈ KSRTC ബസ്സിന് കുറുകെ നിർത്തുന്നു. അതിനുശേഷം ഈ യുവാക്കൾ KSRTC ബസ്സിൻ്റെ ക്യാബിനിലേക്ക് കയറുകയും ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ട്, അയാളുടെ വാഹനം ഓടിക്കുന്ന ശൈലിയൊക്കെ കണ്ട, അല്ലെങ്കിൽ ഈ വാഹനം മുന്നോട്ടെടുത്ത് കണ്ടിട്ടാണ് ഇവർ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തുന്നത്. മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുകയും ഈ KSRTC ബസ്സിൻ്റെ ചാവി ഊരിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു. അതിലുള്ള യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിടുകയും ഈ ട്രിപ്പ് മുടക്കുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് സ്ഥലത്തെത്തി. അപ്പോൾ തന്നെ പ്രാഥമികമായി തന്നെ ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ തെളിഞ്ഞതാണ്. അതിനുശേഷവും ഈ യുവാക്കൾ ആശുപത്രിയിൽ പോകണം, പരിശോധന നടത്തണം, ഈ ഡ്രൈവറുടെ കണ്ണ് ചുവന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് അതിനുശേഷം ഈ ഡ്രൈവറെ കൊണ്ട് വൈദ്യപരിശോധന നടത്തി രക്തത്തിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചു. അതിലും മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് തെളിഞ്ഞു. ഈ ഒരു അത്തരത്തിൽ കൂടി തെളിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒന്ന് ട്രിപ്പ് മുടക്കിയിരിക്കുന്നു, ഒപ്പം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഡ്രൈവറെ മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ഈ സിയാദും സിനാനും ഫിനാനും ഉൾപ്പെടെയുള്ള 3 പേർക്കെതിരെ കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്ത് അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സ്മിത. ശരി.